ഇസ്രയേൽ ആക്രമണത്തിൽ ലെബനനിലും വെസ്റ്റ് ബാങ്കിലും ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഗസ യുദ്ധത്തിന് നാളെ ഒരു കൊല്ലം തികയാനിരിക്കെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രയേൽ ആക്രമണമുണ്ടായി. വടക്കൻ ഇസ്രയേലിലേക്ക് 30 റോക്കറ്റുകൾ ഹിസ്ബുല്ല തൊടുത്തുവിട്ടുവെന്നും വാർത്ത വരുന്നു. വിശദാംശങ്ങൾ പരിശോധിക്കാൻ പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ജീവിതമൊക്കെ വലിയ പ്രശ്നമില്ലാതെ നീങ്ങുന്നു. വലിയ പ്രശ്നമില്ല എസ് കെ. ജെയിംസിന്റെ കാര്യമല്ല, എൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയും എസ് കെ. ഇസ്രായേലും ഹമാസും തമ്മിൽ തുടങ്ങിയ യുദ്ധം നാളെ ഒരു വർഷം തികയാണ്. ഒക്ടോബർ 7-നാണ് ഹമാസ് ഇസ്രായേലിലേക്ക് കയറി 1200 പേരെ വധിച്ചതും 250-ലേറെ പേരെ ബന്ദികളായി കൊണ്ടുപോയതും. അതേ തുടർന്നാണ് അന്നേ ദിവസം തന്നെ ഇസ്രായേൽ ഹമാസിനെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിച്ച് ഗസയിലേക്ക് ഇരച്ചു കയറിയത്. എന്തായാലും അതിൻ്റെ നാളെ ഒരു വർഷം തികയാനിരിക്കെ ഒരുപാട് സംഭവവികാസങ്ങൾ ഈ മണിക്കൂറുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലെബനനിൽ പുതിയ യുദ്ധമുഖം കഴിഞ്ഞ 2 ആഴ്ചയായി തുറന്ന ഇസ്രായേൽ വലിയ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബെയ്റൂട്ടിൽ സ്ഫോടനങ്ങളുടെ പരമ്പര തന്നെ നടത്തുന്നു എന്ന് മാത്രമല്ല, തെക്കൻ ലെബനനിൽ നിന്ന് വടക്കൻ ലെബനനിലേക്ക് ആക്രമണം നീട്ടിയിരിക്കുകയാണ്. ട്രിപ്പോളിയിലാണ് ഹമാസിൻ്റെ നേതാവ് ഹിസ്ബുള്ളയുടെ പ്രൊട്ടക്ഷനിൽ കഴിഞ്ഞിരുന്ന ഗസയിൽ നിന്ന് വന്ന ഹമാസിൻ്റെ നേതാവ് കൊല്ലപ്പെട്ടു. ട്രിപ്പോളിക്കടുത്തുള്ള ഗസയിലെ പാലസ്തീനികൾക്കുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ് അദ്ദേഹം ഒളിച്ചിരുന്നത്. കൃത്യമായി അത് ടാർഗറ്റ് ചെയ്ത് ആ നേതാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ആക്രമണത്തിലും ഒരു ഹമാസിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് കൊല്ലപ്പെട്ടു. അപ്പോൾ ഹമാസിനെതിരെ കൂടി ഒരേ സമയം ഹിസ്ബുള്ളയും ഹമാസിനെതിരെയുള്ള യുദ്ധമാണ് ഇസ്രായേൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എസ് കെ, ഇതിലൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, എവിടെയൊക്കെ നേതാക്കൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായി സ്കാൻ ചെയ്തെടുത്തിരിക്കുകയാണ്. കൃത്യമായിട്ട് ഇസ്രായേൽ സേന കൃത്യമായിട്ട് അടിക്കുന്നു. ഇറാനിലെ പോയിട്ട് ടെഹ്റാനിൽ ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയയെ കൊണ്ടുപോയി വധിച്ചതുപോലെ ഹെസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസ്രുള്ളയെ, അതുപോലെ 25 കമാൻഡർമാരെയും സ്പോട്ട് ഔട്ട് ചെയ്ത് ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് വധിച്ചതുപോലെയുള്ള ആക്രമണങ്ങളാണ്. നേതാക്കളെ ടാർഗറ്റ് ചെയ്തുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് പേർ കൊല്ലപ്പെടുന്നുണ്ട്. എസ്കാൻ അറിയാവുന്ന പോലെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഗസയിൽ മാത്രം 40,000 പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അതിൽ വളരെ കുറച്ച് പേരെ ഹമാസിൻ്റെ ആൾക്കാരുള്ളൂ. കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. 30,000 സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത്. ഇത് പറയുമ്പോൾ ഇവരെക്കുറിച്ചൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിക്കുന്ന ചില പ്രേക്ഷകരുണ്ട്. പക്ഷേ ഒരു യുദ്ധത്തിലും സ്ത്രീകളും കുട്ടികളും കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് നേരെ ബോംബിംഗ് നടക്കാറില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ ആക്രമിക്കപ്പെടാറില്ല. അത് ഉക്രൈൻ യുദ്ധത്തിലായാലും അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഹമാസ് ഹെസ്ബുള്ള യുദ്ധത്തിലായാലും ആശുപത്രികൾ ആക്രമിക്കപ്പെടുന്നു, കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്നു. ഒരുപക്ഷെ ഇതൊരു വലിയ വ്യതിയാനമാണ്. യുദ്ധത്തിൻ്റെ അന്താരാഷ്ട്ര നിയമങ്ങളിൽ പാലിക്കപ്പെടുന്ന നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഹൂതികളുമായിട്ടുള്ള ഏറ്റുമുട്ടലും നടക്കുന്നുണ്ട് എസ് കെ എൻ. എന്തായാലും ഇറാൻ ഇതിൻ്റെ ഇടയിൽ കയറി വന്നിട്ടുണ്ട്. ഇറാൻ വലിയ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ആയത്തുള്ള ഖൊമേനി പറഞ്ഞിരിക്കുന്നത് ഏത് നിമിഷവും ഞങ്ങൾ ഇനി ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ മടിക്കില്ല. ഇതിനെതിരെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നുവെന്ന് മാത്രമല്ല, ഇറാൻ്റെ ഓയിൽ ഫീൽഡ്, എണ്ണപ്പാടങ്ങളും അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്ന സൂചന തന്നെ നൽകിയിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ നിർദ്ദേശത്തെ ഏതാണ്ട് തള്ളിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഏറ്റവും വലിയ വിമർശനം ഉയർത്തിയിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ്, അവരുടെ തന്നെ സഖ്യകക്ഷിയിൽപ്പെട്ടതാണ്, ഇമ്മാനുവൽ മാക്രോനെതിരെയാണ്. മാക്രോൺ ഈ മണിക്കൂറിൽ നടത്തിയ പ്രസ്താവന, ഇവിടെ വെടിനിർത്തൽ അത്യാവശ്യമാണ്, ഞങ്ങളൊക്കെ പറയുന്നത് കേൾക്കാതെ ഇസ്രായേൽ ഏകപക്ഷീയമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഉടൻ വെടിനിർത്തൽ വേണം എന്നുള്ള രീതിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് അവിടുത്തെ ഫ്രാങ്കോഫോണിക്കായിട്ടുള്ള ആൾക്കാരുടെ ഉച്ചകോടിയിൽ സംസാരിച്ചിരിക്കുന്നു. ഇസ്രായേൽ കാണിക്കുന്നത് വളരെ തെറ്റായ പ്രവണതയാണ്, ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇസ്രായേലിന് നൽകുന്ന ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെക്കണമെന്ന എക്സ്ട്രീമായിട്ടുള്ള തീവ്ര നിലപാട് കൂടി ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. ഒരുപാട് ഇസ്ലാം മതവിശ്വാസികളുള്ള രാജ്യം കൂടിയാണ് ഫ്രാൻസ്. അതുകൂടി പറഞ്ഞതോടെ വളരെ ശക്തമായ ഭാഷയിലാണ് നെതന്യാഹു തിരിച്ചടിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾക്കെതിരെ പറയാൻ ഒരു അവകാശവും ഫ്രാൻസിനില്ല, ഫ്രാൻസ് ഒരു ആയുധവും ഇസ്രായേലിന് നൽകുന്നില്ല, പിന്നെ എന്തിനാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഈ രീതിയിൽ പ്രതികരിക്കുന്നത്? അദ്ദേഹം ഫ്രാൻസും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വഷളാവാൻ ഇത് കാരണമാവും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ യുദ്ധം കൂടുതൽ രൂക്ഷമായി മുന്നോട്ട് പോകുന്നതാണ്. ഗസയിലെ യുദ്ധം ഒരു വർഷം തികയാൻ
തികയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് SKN. ഓക്കെ, ബി ജെയിംസ്, മറ്റൊരു കാര്യം, ഈ പാകിസ്ഥാൻ ഇമ്രാൻഖാൻ്റെ പാർട്ടിയും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി കുറേ അധികം ആളുകൾക്ക് പരിക്കേറ്റു. ഏതാണ്ട് 80 പോലീസുകാർക്കും പരിക്കേറ്റു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഒരു പാകിസ്ഥാനിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്? SKN, പാകിസ്ഥാൻ വല്ലാത്തൊരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിലാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി 2022 മുതൽ തുടങ്ങിയതാണ്. പ്രളയമുണ്ടായി 1/3 മുങ്ങിപ്പോയി. എന്നിട്ടും ഇന്ത്യക്കെതിരെ ഭീകര പ്രവർത്തനം അവർ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദ് ഇന്നലെ യുദ്ധക്കളമായിരുന്നു. അവിടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് ഇമ്രാൻഖാൻ്റെ ജന്മദിനത്തിൽ ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇമ്രാൻഖാൻ്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രിക് ഇൻസാഫിൻ്റെ പ്രവർത്തകർ, 10,000-കണക്കിന് പ്രവർത്തകരാണ് തെരുവിലിറങ്ങിയത്. എന്ന് മാത്രമല്ല, ഖൈബർ പഖ്തൂൺ എന്ന മേഖലയിൽ ഭരിക്കുന്നത് അവിടുത്തെ മുഖ്യമന്ത്രി അല്ലമീൻ എന്നുള്ള നേതാവ്, അദ്ദേഹം ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാരാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വലിയൊരു മാർച്ച് നടത്തിയത്. ഈ മാർച്ചിൻ്റെ ഇടയിൽ നിന്ന് സാധാരണ നമുക്കൊക്കെ അറിയാം, മാർച്ച് വരുമ്പോൾ പ്രതിഷേധമുണ്ടായ പോലീസാണ് വെടിവെക്കുന്നത്, കണ്ണീർ വാതക പ്രയോഗം നടത്തുന്നത്. ഇവിടെ തിരിച്ചായിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന 10,000-കണക്കിന് ആൾക്കാരുടെ പ്രകടനത്തിൽ നിന്ന് വെടിയുതിർത്തത് പോലീസിന് നേരെയാണ്. നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കണ്ണീർ വാതക പ്രയോഗം നടത്തിയതും ഈ പാർട്ടിയുടെ, ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ പ്രവർത്തകരാണ്. എന്തായാലും വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പാക് സൈന്യം ഇസ്ലാമാബാദിലൊക്കെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ സന്ദർശിക്കുന്നുണ്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ യോഗത്തിൽ പങ്കെടുക്കാൻ. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനുമുള്ള പ്രശ്നം ഈ സന്ദർശനത്തിൽ ചർച്ച ചെയ്യില്ല എന്ന് കൂടി പറഞ്ഞിരിക്കുന്നു. SKN. താങ്ക് യു ബി ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി നമുക്ക് നാളെ സന്ധിക്കും വരെ വണക്കം.